എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി 319ാമത്തെ ചോദ്യമാണ്. ഫ്രീക്വൻറ്റ് ചൈൽഡ് ബർത്ത് വിൽ അഫക്റ്റ് ദ ബ്രസ്റ്റ് ഫീഡിങ് ഓഫ് ദ ചൈൽഡ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്രീക്വൻറ്റ് ചൈൽഡ് ബർത്ത്, അതായത് തുടർച്ചയായിട്ടുള്ള പ്രസവം എന്തു പറ്റും? കുഞ്ഞുങ്ങളുടെ മുലയൂട്ടിനെ സാരമായിട്ട് അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് ഈസ് നോട്ട് ഡൺ ടു ദ ചൈൽഡ് വിൽ നോട്ട് ഹാവ് പ്രോപ്പർ ഇമ്മ്യൂണിറ്റി പവർ. ഇഫ് ദർ ഇസ് നോ പ്രോപ്പർ, വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് നോട്ട് ഗീവൺ ദ പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ്? അതായത് എന്താണ് ശരിയായ രീതിയിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് നടത്തിയില്ലെങ്കിൽ കുഞ്ഞിന് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം: ഈ പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് ഈസ് നോട്ട് ഡൺ, അതായത് ശരിയായ രീതിയിലുള്ള മുലയൂട്ടൽ നടത്തിയിട്ടില്ല എങ്കിൽ ദ ചൈൽഡ് വിൽ നോട്ട് ഹാവ് പ്രോപ്പർ ഇമ്മ്യൂണിറ്റി പവർ, അതായത് കുഞ്ഞിന് ശരിയായ രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധശേഷി ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 321ാമത്തെ ചോദ്യം. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ചിൽഡ്രൻ വിൽ give more chance for the parents to give proper attention to the personality development of each child. ഓക്കെ, അപ്പോൾ നമുക്ക് 321ാമത്തെ ചോദ്യമായിട്ട് ചോദിക്കാം: how does the gap between children will help for the personality development of the child എന്ന് ചോദിച്ചത് ഒരു കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് ഏത് രീതിയിലുള്ള പ്രസവമാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കുഞ്ഞുങ്ങൾ തമ്മിലുള്ള അകലമാണ് അല്ലെങ്കിൽ ഗ്യാപ്പാണ് നല്ലതെന്ന് ചോദിച്ചാൽ, ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ചിൽഡ്രൻ, അതായത് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ആ വിടവ് അല്ലെങ്കിൽ കാലയളവിലുള്ള വയസ്സ് തമ്മിലുള്ള വ്യത്യാസം, വിൽ ഗീവ് മോർ ചാൻസ്, അത് കൂടുതൽ അവസരം നൽകും, ഫോർ ദ പേരൻറ്റ്, അത് പേരൻസിന്, ആ മാതാപിതാക്കൾക്ക്, ടു ഗീവ് പ്രോപ്പർ അറ്റൻഷൻ, ശരിയായ രീതിയിലുള്ള കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് അവരെ സഹായിക്കും, ടു ദ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വ്യക്തിത്വ വികാസത്തിനും അത് കൂടുതൽ നന്നായിട്ട് സഹായിക്കും. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ക്രിയേറ്റ്സ് അഡ്വേഴ്സ് എഫക്റ്റ് ഇൻ എൻവയോൺമെൻറ്റ് ആൻഡ് ദ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, അതായത് ജനസംഖ്യയുടെ വർധനവ് എന്ത് ചെയ്യുന്നു? അഡ്വേഴ്സ്, അതായത് വിപരീതമായിട്ടുള്ള ഫലം എന്തിലാണ്? ഇൻ ദ എൻവയോൺമെൻറ്റ്, അതായത് പരിസ്ഥിതിയിലും, അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് പരിസ്ഥിതിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലും അവയുടെ പരിസ്ഥിതിക്കും വിപരീത ഫലമുണ്ടാക്കും, അതായത് ദൂഷ്യഫലങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എപ്പോൾ? പോപ്പുലേഷൻ, അതായത് ജനസംഖ്യയുടെ ഉയർച്ച കാരണം. ഓക്കെ, ഇനി 323ാമത്തെ ചോദ്യം. കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ കൺട്രോളിംഗ് ബർത്ത് റേറ്റ്, അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ വളരെ നല്ലതാണ്. എന്തിന്? ടു കൺട്രോളിംഗ് ബർത്ത് റേറ്റ്, അതായത് ജനന നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗർഭനിരോധന മാർഗങ്ങൾ വളരെ നല്ലതാണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു കൺട്രോളിംഗ് ബർത്ത് റേറ്റ്, അതായത് ജനനനിരക്ക് കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്നു. 324. കോൺട്രാസെപ്റ്റീവ്സ് ആർ മെത്തേഡ്സ് ഓർ ഡിവൈസസ് യൂസ്ഡ് ടു ഇൻ്ററപ്റ്റ് ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ, അതായത് കോൺട്രാസെപ്റ്റീവ്സ് ആർ മെത്തേഡ്സ് അല്ലെങ്കിൽ മാർഗങ്ങൾ ഓർ ഡിവൈസസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കപ്പെട്ടു ഇൻ്ററപ്റ്റ് തടസ്സപ്പെടുത്തുവാനായിട്ട് ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ, ഗർഭധാരണ. അപ്പോൾ വാട്ട് ഈസ് കോൺട്രാസെപ്റ്റീവ്? എന്താകുന്നു കോൺട്രാസെപ്റ്റീവ്? കോൺട്രാസെപ്റ്റീവ്സ് ആർ മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിവൈസസ്. കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഉപകരണങ്ങളായിരിക്കും അല്ലെങ്കിൽ മാർഗങ്ങളായിരിക്കും. യൂസ്ഡ് ടു ഇൻ്ററപ്റ്റ് ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ, അതായത് ഉപയോഗിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാണ്? ഇൻ്ററപ്റ്റ്, അതായത് ബ്ലോക്ക് ചെയ്യുവാനായിട്ട്, ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ, അതായത് ഗർഭധാരണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളോ രീതികളോ ആണ്. ഓക്കെ, 325. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഓർ ഡിവൈസസ് യൂസ്ഡ് ടു ഇൻ്ററപ്റ്റ് ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഓർ ഡിവൈസസ് എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ പ്രവർത്തനം. ഹൗ ഡു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഓർ ഡിവൈസസ് ഫങ്ഷൻ? ദേ തടസ്സം നിൽക്കുന്നു. എന്താണ്? ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ, അതായത് ഗർഭധാരണം എന്ന ആ പ്രോസസ്സിനെ, ആ പ്രവർത്തനീയതയ്ക്ക് തടസ്സം നിൽക്കുന്നു. ഓക്കെ, ഇനി 326. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഫാമിലി പ്ലാനിങ്. അതുപോലെ തന്നെ എന്താണ്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, അതായത് ഗർഭധാരണത്തിൻ്റെ രീതികൾ, പ്ലേ എ വൈറ്റൽ റോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ത്? ഫാമിലി പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിൽ എന്താണ്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന് ഒരു വൈറ്റൽ റോൾ ഉണ്ട്. ഓക്കെ, 327. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ കപ്പിൾ ടു ഡിസൈഡ് വെൻ ടു ഗീവ് ബർത്ത് ടു ചൈൽഡ്, അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ത് ചെയ്യുന്നു? ഗീവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി, അവസരം നൽകുന്നു, ഫോർ ദ കപ്പിൾ, അവർക്കാണ് കപ്പിളിന്, അതായത് ദമ്പതികൾക്ക്. ഓക്കെ, എന്താണ്?
ടു ഡിസൈഡ് തീരുമാനിക്കാൻ വെൻ ടു ഗീവ് ബർത്ത് ടു ചൈൽഡ് എപ്പോഴാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടത് എന്ന തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് സഹായിക്കുന്നു. ഓക്കെ, ഇനി 328ാമത്തെ ചോദ്യം. എ ഗ്യാപ്പ് ഓഫ് 2 to 5 years ബിറ്റ്വീൻ പ്രഗ്നൻസി ക്യാൻ ഇംപ്രൂവ് മദേഴ്സ് ഹെൽത്ത്. അതായത് ഒരു ഗ്യാപ്പ്, അതായത് ഒരു വിടവ് ബിറ്റ്വീൻ 2 to 5 years, അതായത് 2 മുതൽ 5 മാസം വരെയുള്ള വിടവ് എന്താണ്? ബിറ്റ്വീൻ പ്രഗ്നൻസി, അതായത് ഗർഭധാരണത്തിൽ 2 മുതൽ 5 മാസം വരെയുള്ള ആ ഒരു വിടവ് എന്ത് ചെയ്യുന്നു? ക്യാൻ ഇംപ്രൂവ് മദേഴ്സ് ഹെൽത്ത്. അത് അമ്മയുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കും. ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ പേരൻസ് ടു പ്രൊവൈഡ് അഡ്വക്കേറ്റ് കെയർ ഫോർ ദ ചൈൽഡ്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യും? അഡ്വക്കേറ്റ് കെയർ, ശരിയായ രീതിയിലുള്ള ആ കെയർ നൽകുന്നതിനായിട്ടും സഹായിക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 329ാമത്തെ ചോദ്യം. ദെയർ ആർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവൈലബിൾ ഇൻ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർക്കൊക്കെയാണ്? പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇന്ന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ശാസ്ത്രപരമായിട്ട് വൈദ്യശാസ്ത്രപരമായിട്ട് ലഭിക്കുന്നതാണ്. ഇനി ഇലിസ്ട്രേഷൻ 5.7ലാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നുള്ള 33ാമത്തെ പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഇൻ്ററപ്റ്റ് ഓവുലേഷൻ. അപ്പോൾ ഹൗ ഡു ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭനിരോധന ഗുളികകൾ, അതായത് വായിലൂടെ കഴിക്കുന്നതാണ് ഓറൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ്ററപ്റ്റ് ഓവുലേഷൻ, അതെന്താണ് ചെയ്യുന്നത്? ഓവുലേഷനെ തടസ്സപ്പെടുത്തുന്നു. ഓവുലേഷൻ എന്താണ്? ഓവറിയിൽ നിന്നും പ്രായപൂർത്തിയായ ഒരു എഗ്ഗ് പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. ഇനി 331ാമത്തെ ചോദ്യം. ഡയഫ്രം ഗീവ്സ് സ്പേം പ്രിവെൻസ് സ്പേം ഫ്രം റീച്ചിങ് ദ യൂട്രസ്. അപ്പോൾ ഡയഫ്രം എന്താണ് ചെയ്യുന്നത്? ഡയഫ്രം ചെയ്യുന്നത് പ്രിവെൻസ്, അതായത് ബ്ലോക്ക് ചെയ്യുന്നു. എന്തിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? സ്പേമിനെ. എവിടെയാണ്? പ്രിവെൻറ്റ് സ്പേം ഫ്രം റീച്ചിങ് യൂട്രസ്. അത് യൂട്രസിലെത്തുന്നത് തടസ്സപ്പെടുത്തുന്നു. എന്ത്? ഡയഫ്രം. ഓക്കെ, ഇനി അടുത്തതായിട്ട് സ്പേമിസൈഡൽസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് സ്പേം നിയർ ദ സെർവിക്സ് ഇൻ ദ യൂട്രസ്. അതായത് സ്പേമിസൈഡിൽ എന്താണ് ചെയ്യുന്നത്? അത് സ്പേമിനെ നശിപ്പിച്ച് കളയുന്നു, അല്ലെങ്കിൽ പുരുഷ ബീജത്തെ നശിപ്പിച്ച് കളയുന്നു. എവിടെ? നിയർ സെർവിക്സ്, സെർവിക്സിൻ്റെ അടുത്ത്, യൂട്രസിൻ്റെയും സെർവിക്സിൻ്റെയും അടുത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? സ്പേമിസൈഡൽസ് സ്പേമിനെ നശിപ്പിച്ച് കളയുന്നു. ഓക്കെ, ഇനി 333ാമത്തെ ചോദ്യം. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് പ്രിവെൻസ് ഇംപ്ലാന്റേഷൻ. അതായത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, അതായത് യൂട്രസിനകത്ത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്തിടുന്ന ഡിവൈസ് എന്ത് ചെയ്യുന്നു? ഇംപ്ലാന്റേഷനെ നശിപ്പിച്ച് കളയുന്നു. അതായത് ഈ പറയുന്ന ബ്ലാസ്റ്റോസിറ്റ് വന്ന് ഇംപ്ലാന്റ് ചെയ്ത് ഗർഭപാത്രത്തിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് അവിടെ പറ്റിച്ചേരണമല്ലോ, അതിനെ തടസ്സപ്പെടുത്തുന്നു. ഓക്കെ, ട്യൂബിയോക്ടമി ഈസ് കട്ടിംഗ് ഓർ ടൈയിങ് ദ ഓവിഡക്റ്റ്. അതായത് ട്യൂബോക്ടമി എന്ന് പറയുന്നത് ഓവിഡക്റ്റിനെ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കെട്ടിയിടുന്നതോ ആയിരിക്കും. ഓക്കെ, ഇനി 335ാമത്തെ ചോദ്യം. ട്യൂബെക്ടോമി ഈസ് ദ പാസേജ് ഓഫ് ദ ഓവം ടു ഫെലോപ്പിയൻ ട്യൂബ് ഈസ് ബ്ലോക്ക്ഡ് ഇൻ ട്യൂബോക്ടോമി. ഈ ട്യൂബോക്ടോമിയിൽ എന്താണ് ചെയ്യുന്നത്? ദ പാസേജ് ഓഫ് ദ ഓവം, അതായത് ആ സ്ത്രീയുടെ എഗ്ഗിൻ്റെ ആ ഒരു ചലന പാസേജ്, പോകുന്ന പാസേജ് ഓവം ടു ഫെലോപ്പിയൻ ട്യൂബ് ഈസ് ബ്ലോക്ക്ഡ്. ഫെലോപ്പിയൻ ട്യൂബിലേക്കുള്ള ആ പോക്കിനെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, കോണ്ടം പ്രിവെൻറ്റ് ദ ഡെപ്പോസിറ്റ് ഓഫ് സ്പേം ഇൻ വജീന. കോണ്ടം എന്താണ് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ഓഫ് സ്പേം, അതായത് സ്പേമുകൾ എവിടെയാണ്? വജീനയിലേക്കുള്ള ആ ഡെപ്പോസിറ്റിനെ തടയുന്നു. ഓക്കെ, ഇനി 337. വാസ്കോട്ടമി ഈസ് കട്ടിംഗ് ഓർ ടൈയിങ് ദ വാസ് ഡിഫൻസ്. അതായത് വാസ്കോട്ടമി എന്ന് പറഞ്ഞാൽ വാസ് ഡിഫൻസിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അതായത് ടെസ്റ്റുകളിൽ നിന്നും സ്പേം പീനസിലേക്ക് വരുന്ന ആ ഭാഗത്തിനെ എന്ത് ചെയ്യുന്നു? കട്ടിംഗ് ഓർ ടൈയിങ്. അവിടെ ഒന്നുകിൽ ഒരു കെട്ടിട്ട് വയ്ക്കുന്നു, അല്ലെങ്കിൽ അവിടെ ടൈ ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ അവിടെ കെട്ടിട്ട് വയ്ക്കുന്നു, അല്ലെങ്കിൽ അവിടെ മുറിച്ച് കളയുന്നു. ഇൻ വാസ്കോട്ടമി ദ പാസേജ് ഓഫ് ദ സ്പേം ഈസ് ബ്ലോക്ക്ഡ്. ഓക്കെ, ഇൻ വാസ്കോട്ടമിയിൽ എന്താണ്? പാസേജ് ഓഫ് ദ സ്പേമിനെയാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇൻ ട്യൂബോക്ടോമിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാസേജ് ഓഫ് ദ എഗ് ഓർ ഓവം ഈസ് ബ്ലോക്ക്ഡ്. ഇനി 339ാമത്തെ ചോദ്യം. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് തിൻസ് ദ വൂംബ് ലൈനിങ് സോ ദർ ഈസ് ലെസ് ചാൻസ് ഫോർ എഗ് വിൽ അറ്റാച്ച് ടു ഇറ്റ്. അതുപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ത് ചെയ്യുന്നു? തിൻസ് ദ വൂംബ് ലൈനിങ് ഓർ യൂട്രസ് ലൈനിങ്. അതായത് യൂട്രസിൻ്റെ ആ ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ്ങിന് എന്ത് ചെയ്യുന്നു? വളരെ കട്ടി കുറച്ചതാക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നു? എഗ്ഗിന് ഇതിനോടുകൂടി ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിലേക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
ഡയഫ്രം ഈസ് എ ഫോം ഓഫ് ബർത്ത് കൺട്രോൾ. അപ്പോൾ ഡയഫ്രം ഈസ് വാട്ട് ഈസ് ഡയഫ്രം എന്ന് ചോദിച്ചാൽ ഡയഫ്രം ഈസ് എ ഫോം ഓഫ് ബർത്ത് കൺട്രോൾ എന്ന് നമ്മൾ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി 341 ചോദ്യം. ദ സെർവിക്സ് ഈസ് ദ ലോവർ പാർട്ട് ഓഫ് ദ യൂട്രസ് ഓർ വൂം. അപ്പോൾ വിച്ച് ഈസ് ദ ലോവർ പാർട്ട് ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ വൂമ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക സെർവിക്സ് ഈസ് ദ ലോവർ പാർട്ട് ഓഫ് ദ യൂട്രസ് ഓർ വൂം വിച്ച് കണക്ട്സ് ദ ടോപ്പ് ഓഫ് ദ വജീന. അപ്പോൾ വിത്ത് വാട്ട് ദ സെർവിക്സ് കണക്ട്സ്? ദ സെർവിക്സ് കണക്ട്സ് ടു ദ വജീന. ഓക്കെ, ഇനി 342 ചോദ്യം. സ്പേമിസൈഡ് കണ്ടെയ്ൻസ് കെമിക്കൽസ് ടു സ്റ്റോപ്പ് സ്പേം ഫ്രം ഗെറ്റിംഗ് ഇൻ ടു എഗ്. അതായത് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പേമിസൈഡ്? സ്പേമിസൈഡ്സ് എന്താണ് ചെയ്യുന്നത്? കണ്ടെയ്ൻസ് കെമിക്കൽസ്, അതായത് അത് കെമിക്കൽ രാസപദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു. എന്തിനാണ്? സ്റ്റോപ്പ് സ്പേം ഫ്രം ഗെറ്റിംഗ് ഇൻ ടു എഗ്, അതായത് എഗ്ഗിലേക്ക് സ്പേം കയറുന്നത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളാണ് സ്പേമിസൈഡിൽ ഉള്ളത്. ഓക്കെ, ഇനി 343 ചോദ്യം. An intrauterine devices IUD is a small T-shaped device that is inserted into woman's uterus to prevent pregnancy. അപ്പോൾ ഇവിടെ എന്താണ് ഈ IUD എന്ന് പറയുന്നത്? എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ചെറിയ T-shaped ഉപകരണമാണ്. അതെന്താണ് ചെയ്യുന്നത്? ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ പ്രഗ്നൻസി ഉണ്ടാവില്ല. ഓക്കെ, ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഹിൻഡേഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫെർട്ടിലൈസ്ഡ് എഗ് ഇൻ ദ യൂട്രൈൻ ലൈനിങ്. അതായത് ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ത് ചെയ്യുന്നു? ഇംപ്ലാന്റേഷനെ തടസ്സപ്പെടുത്തുന്നു. കാരണം എന്താണ്? ഒന്നുകിൽ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആ യൂട്രസിൽ നിൽക്കാം, അല്ലെങ്കിൽ ഈ ഫെർട്ടിലൈസ്ഡ് എഗ്. സിൻസ് അവിടെ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഉള്ളത് കൊണ്ടാണ് ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് അവിടെ നിൽക്കാനായിട്ട് സാധിക്കാത്ത വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഗർഭധാരണം നടക്കാതായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക്